ഒരു വ്യക്തിയുടെ ഒരു ആന മണ്ടത്തരം ഗെയിം ആകെ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതാണ് ഇന്ന് ബിഗ് ബോസിൽ സംഭവിച്ചത്. നമ്മുടെ അൻഫിബയും നോറയും തമ്മിലാണ് മത്സരിച്ചത്. അൻഫിബ അങ്ങ് വിട്ടുകൊടുത്തു. അൻഫിബ നോറയോട് വാത്സല്യം കാണിച്ചു. അങ്ങനെ നോറ നോമിനേഷനിൽ നിന്ന് ഒഴിവായി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആന മണ്ടത്തരം അൻഫിബ കാട്ടിക്കൂട്ടിയത്. നമ്മൾ ഫ്രീദുവും ഫിജോയും തമ്മിലാണ് മത്സരിച്ച്. രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, രണ്ടുപേരും നോമിനേഷന് പോയി. അതുപോലെ അപ്സരയും ഋഷിയും തമ്മിൽ മത്സരിച്ചു. അവർ രണ്ടുപേരും വിട്ടുകൊടുത്തില്ല, രണ്ടുപേരും നോമിനേഷന് പോയി. ജാസ്മിനും അഭിഷേകും തമ്മിൽ മത്സരിച്ചു. ഓൾറെഡി അവർ രണ്ടുപേരും നോമിനേഷന് പോയി. അതിനിടയിലാണ് ഈ അൻഫിബ ഇങ്ങനെ ഒരു ആന മണ്ടത്തരം കാണിക്കുന്നത്. അതുപോലെ ജിൻഡോയും അർജുനുമാണ് മത്സരിച്ചത്. ഒരു ആരോഗ്യപരമായ ഫൈറ്റ് തന്നെയായിരുന്നു. അവർ രണ്ടുപേരും നോമിനേഷന് പോയി. അങ്ങനെ പിന്നെ റസ്മിൻ ഓൾറെഡി നോമിനേഷനുണ്ട്, പണിഷ്മെൻ്റ് എന്ന നിലയിൽ നോമിനേഷനുണ്ട്. അങ്ങനെ എല്ലാവരും ഓൾറെഡി നോമിനേഷന് വന്നു. 10 പേര് നോമിനേഷന് വന്നു. രക്ഷപ്പെട്ടു പോയത് നമ്മുടെ സായി. ഇത് രത്നക്കല്ലുള്ളതുകൊണ്ട് സായി രക്ഷപ്പെട്ടു. ക്യാപ്റ്റൻ എന്ന നിലയിൽ നന്ദന രക്ഷപ്പെട്ടു. അൻഫിബയുടെ കാരണയും കൊണ്ട് നോറയും രക്ഷപ്പെട്ടു. അവർ 3 പേരൊഴിച്ച് ബാക്കി എല്ലാവരും നോമിനേഷന് പോയി. നമ്മൾ പല പ്രാവശ്യവും ഈ നോമിനേഷനൊക്കെ വരുമ്പം ബിഗ് ബോസിനെയൊക്കെ വിമർശിക്കാറുണ്ട്. ഇത് ഇപ്രാവശ്യം ബിഗ് ബോസിനെ ഒരു കാരണവശാലും വിമർശിക്കേണ്ട കാര്യമില്ല. കാരണം ബിഗ് ബോസ് ഇവരെ എല്ലാ നോമിനേഷൻ ഇടാൻ വേണ്ടിയാണ് ഈ കളി തുടങ്ങിയത്. പക്ഷേ അൻഫിബ ഇടയ്ക്ക് നിന്ന് ഒരു മണ്ടത്തരം കാണിച്ചതാണ് ഈ കളി ആകെ മാറിപ്പോകാനുള്ള കാരണം. ഒരുപക്ഷെ ഇത് അൻഫിബയ്ക്ക് തന്നെ പണിയാകാനാണ് സാധ്യത കൂടുതൽ. നമ്മൾ ഈ ആഴ്ച പോകാൻ സാധ്യതയുള്ളവരുടെ പട്ടികയിൽ റസ്മിനെയും നോറയുമാണ് പെടുത്തിയിരുന്നത്. ഇതിനിടയിൽ അൻഫിബ കയറി വന്നു. അൻഫിബയ്ക്ക് അത് താൻ കുഴിച്ച കുഴി താൻ തന്നെ വീഴുക എന്ന് പറയുന്നത് കേട്ടില്ലേ? അത് അൻഫിബയ്ക്ക് തന്നെ പണി കിട്ടാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ മികച്ച മത്സരാർത്ഥികളിൽ ആർക്കെങ്കിലുമൊക്കെ പണി കിട്ടാനും സാധ്യതയുണ്ട്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ? 10 പേര് നോമിനേഷന് വന്നിട്ടുണ്ട്.